ഞാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് അതെല്ലാം നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അത് ആ ഗൈഡൊക്കെ മാറ്റിച്ച് നമുക്ക് എടുക്കണ്ട, അത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തു പോകണം. ഇത് ഞാൻ വേറെ കുറച്ച് പ്രോബ്ലംസ് അത് നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്തു നോക്കാവുള്ളത്. ഇതിലൊക്കെ ചെയ്തു നോക്കാറുണ്ടേ, അതിലാണ് അത്. അപ്പൊ ഇത് പറഞ്ഞേ, സീക്വൻസ് സീരീസ് തമ്മിലുള്ള ഡിഫറൻസ് സച്ചിൻ അറിയാവോ? അഭിനന്ദിന് അറിയാവോ? ദേവിക, അനക, നമ്മള് 2, 4, 6, 8. ഡിഫറൻസ് എന്താ മക്കളെ പറഞ്ഞേ? ഇതിനകത്ത് ഓരോ ഡിജിറ്റ്സ് മുകളിലുള്ളതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന എന്ത് വെച്ചിട്ടാ? കോമ. രണ്ടാമത്തേനകത്തോ ഇത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സീക്വൻസ്. എന്താ? കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? അപ്പൊ പ്ലസോ മൈനസോ ഇട്ട് വരുന്നതാണ് എന്ത്? സീരീസ്. അപ്പൊ പിടിയോ? അപ്പൊ സീക്വൻസും സീരീസും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞേ? ഡിജിറ്റ്സുകൾ തമ്മില് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താ? സീക്വൻസ്. പ്ലസോ മൈനസോ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലോ സീരീസ്. അദ്വൈത് കൃഷ്ണ, റയാൻ, അപ്പൊ എന്താണ് സീക്വൻസ് സീരീസ് തമ്മിലുള്ള വ്യത്യാസം? കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സീക്വൻസ്, പ്ലസോ മൈനസോ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്? സീരീസ്. ഇത് നമുക്ക് രണ്ട് സീക്വൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ? ഒന്ന് അരിത്തമെറ്റിക് സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസിന്റെ വേറൊരു പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. രണ്ടാമത്തെയാണ് ജോമെട്രിക് പ്രോഗ്രഷൻ. ഇപ്പൊ രണ്ടെണ്ണം, അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് അറിയാം. നിങ്ങൾ പത്തി പഠിച്ച എന്താണ് അറിയാവുന്നവർ പറഞ്ഞത് പറ. എന്താ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? അടുത്ത സച്ചിൻ പറയടാ. അറിയില്ല. അഭിനന്ദ് കൂടി കൂടി മാത്രമേ പോകത്തുള്ളൂ. ചോദിച്ചത് പറഞ്ഞോ? ഇല്ലല്ലോ. നമുക്കറിയാം ദേവിക. ആ തീയതിനാണ് നമുക്ക് കോമൺ ഡിഫറൻസിലോട്ട് വന്നില്ല. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താ അറിയോ? ഒരു പ്രത്യേക നമ്പർ, ഒരു കോൺസ്റ്റന്റ് നമ്പർ കൂടി കൂടി പോവുകയോ കുറഞ്ഞു കുറഞ്ഞു വരികയോ, അതായത് കുറഞ്ഞു കുറഞ്ഞു വരികയോ ചെയ്യുന്ന സീക്വൻസിനാണ് എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ്. കൂടി കൂടി മാത്രമാണ് പോവാ, കുറഞ്ഞു കുറഞ്ഞു വരത്തില്ലേ? ആ കൂടി കൂടി പോകുന്ന അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്ന നമ്പറിന് പറയുന്ന ഒരു പേരുണ്ട്. എന്താ? കോമൺ ഡിഫറൻസ്. നിങ്ങൾ കോമൺ ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് നമ്പർ മാത്രമാണോ കിട്ടുക? നെഗറ്റീവ് കിട്ടിയില്ലേ? അതുകൊണ്ടാണ് കുറഞ്ഞു വരുക. കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ കൂടി കൂടി പോവും. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു. പിടികിട്ടിയോ? അദ്വൈത് കൃഷ്ണ, റയൻ, മൈക്ക് ഓൺ ചെയ്യോ? അത് പിടികിട്ടിയോ? നമുക്ക് എയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾ കഴിയാതെ നിങ്ങളോട് പറയണം. നമ്മളെ ടേമാണ് എന്ത്? എ. സെക്കൻഡ് ടേമാണ് എ. തേർഡ് ടേം, ഫോർത്ത് ടേം,
ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു പ്രത്യേക നമ്പർ കൂടി കൂടി പോകുക അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു പോകുക, ആ നമ്പറിന് പറയുന്ന പേരെന്താന്നാ പറഞ്ഞേ? കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഡി. അപ്പൊ കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെ കാണും? A2 മൈനസ് A1 അല്ലെങ്കിലോ A3 മൈനസ് A2 അല്ലെങ്കിലോ A4 മൈനസ് A3. ഇവിടെ ഇല്ലയോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, നിങ്ങൾ ഏത് പഠിച്ചിട്ടുണ്ടായിരുന്നു ലയിപ്പിക്കാനത്? അപ്പൊ കോമൺ ഡിഫറൻസ് കാണുന്നത് A2 മൈനസ് A. അപ്പൊ ഈ മൈനസ് ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താവും? ആ, അപ്പൊ A പ്ലസ് D ഇസ് ഈക്വൽ ടു എന്ത് വന്നു? A2. ഓക്കെ. A3 എങ്ങനെയാണ്? A3 is equal to A2 plus D. സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് കിട്ടും. A2 എന്ന് വെച്ചാൽ എന്താ? A plus D. അപ്പൊ ഈ A2ന്റെ സ്ഥാനത്തേക്ക് എന്തിട്ട് കൊടുക്കാൻ പറ്റും? A plus D. പിന്നെ ഒരു ഡിയും കൂടെ കിടക്കില്ലയോ? A plus D plus D എന്താ? 2D. A3 is equal to A plus 2D. അങ്ങനെയാണ് A4 is equal to എന്തായിരിക്കും? A4 is equal to A1 ആയപ്പോ A2 ആയപ്പോ ഒരു ഡി. എത്ര ഡി കൂട്ടി? എയുടെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു ഡി. A3 ആയപ്പോ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടി? A4 ആവുമ്പോഴോ അപ്പൊ എപ്പോ വരും? A plus 3D. അങ്ങനെയാണെങ്കിൽ A10 എത്രയായിരിക്കും ദേവിക? A plus 90. അനക A99 എത്രയായിരിക്കും? A plus 98. അഭിനന്ദേ A100 എത്രയായിരിക്കും? A plus 99. ആർവിച്ച് A200 എത്രയായിരിക്കും? A plus 199. സച്ചിനെ AN എത്രയായിരിക്കും? എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ കിടക്കും. 200 A plus n minus 1 into D. ഇതാണ് ഒരു എയുടെ എന്തിന്റെയും ജനറൽ ഫോം എന്നൊക്കെ പറയുന്നത്. എന്താണ്? AN is equal to A plus n minus 1 into D. എങ്ങനെയാ വന്നത്? ഇപ്പൊ ഇവിടെ കിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? അപ്പോ എന്തൊക്കെ എഴുതാൻ പറയുന്നു എല്ലാവരും പറഞ്ഞിട്ടാ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്പർ ഓഫ് ടേംസ് കാണാൻ പഠിച്ചു. ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഈ A എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ഒരു മീനിങ് ഉണ്ട്. ലാസ്റ്റ് ടേമും ഉണ്ട്, ഫസ്റ്റ് ടേമും ഉണ്ട്, കോമൺ ഡിഫറൻസും ഉണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേമിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ലാസ്റ്റ് ടേമാണ് A. ഫസ്റ്റ് ടേമാണ് A. കോമൺ ഡിഫറൻസ് ആണ് D. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എങ്ങനെയാണ്? അറിയോ? കറക്റ്റാ. ഒന്നുകൂടെ പറഞ്ഞേ. of terms n is equal to A minus A divided by D plus 1. ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ ആ AP-യിൽ എത്ര ടേമുകൾ ഉണ്ടെന്ന്, എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാ? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. പറഞ്ഞറിയാം?
അനക്കില്ലല്ലോ. അദ്വൈത് കൃഷ്ണ മൈക്കോണാക്കോ. നമ്പർ ഓഫ് ടേംസ് ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ. an minus a divided by d plus 1. Ryan, n is equal number of terms ആണ് ഇക്വേഷൻ. n is equal to an minus a by d. കെമിസ്ട്രി ക്ലാസ്സിൽ ഇവരൊന്നും മിണ്ടത്തില്ലായിരുന്നു. പുള്ളി ചാറ്റാണ്. ഓക്കെ, പിടി കിട്ടിയോ? പിടി കിട്ടിയെങ്കിൽ ഇങ്ങനെ അടിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ അടിക്കുക. നിങ്ങൾക്ക് പിടി കിട്ടിയോ? നിങ്ങൾക്ക് കാണിക്കാം. പിടി കിട്ടിയെങ്കിൽ ഇങ്ങനെ, പിടി കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ. എങ്ങനെയാ? എല്ലാവർക്കും ഇത്രയും ഭാഗം സെറ്റാണ്. ഉറപ്പാ? അപ്പൊ ഒരു ഏരിയയില് സീക്വൻസ് സീരീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പറഞ്ഞേ? നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയും. എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ അതൊക്കെ. മൈനസ് ഇട്ടെന്നാലോ. അടുത്ത പിന്നെ എന്തൊക്കെ പറഞ്ഞു? അപ്പൊ ആദ്യം ഇതിന്റെ കോമൺ ഡിഫറൻസ്. രണ്ട് ടൈപ്പ് സീക്വൻസ് ഏതൊക്കെയാ? അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിനകത്തിപ്പോ നമ്മൾ ആദ്യം ഇതിനെ പറ്റിയാ പഠിച്ചേ? പറഞ്ഞോ. അരിത്തമെറ്റിക് സീക്വൻസ് എന്തോ പറയടാ. സീക്വൻസ് ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? ദേവിക ഒരു പ്രത്യേക നമ്പർ കൂടി വരികയോ ചെയ്യുന്ന സീക്വൻസിനാണ് എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ്. ഈ പറഞ്ഞു ആ കൂടി പോകുന്ന അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന നമ്പറിന് എന്ത് പറയും നമ്മള്? പിന്നെ എന്തൊക്കെ പറയും? ഈ കോമൺ ഡിഫറൻസ് എങ്ങനെയാ കാണുന്നേ? അല്ലെങ്കിൽ പിന്നെ ഏവണ്ണോ അത് എ പ്ലസ് കൂടി എന്താ? അപ്പൊ എ ആണെങ്കിലോ എന്താ പറയൂ? നമ്പർ ഓഫ് ടേംസ് എങ്ങനെയാ കാണുക? ഞാൻ ഒന്നും പറയില്ല, തിരിച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല. ദേവിക പറയൂ എല്ലാ പോയിന്റ്സും. ആ കൂടി വരുന്ന അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന നമ്പറിനാണ് ഈ കോമൺ ഡിഫറൻസ് എങ്ങനെയാ കാണുന്നത്? നമ്പർ ഓഫ് ടേംസ്. ആ ഏപ്പിൽ എത്ര ടേംസ് ഉണ്ട്? അപ്പൊ ഏനെന്താ ലാസ്റ്റ്? ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്ത സെഷൻ നിങ്ങളോട്. അപ്പോ ഇനി അടുത്ത് നമ്മൾ പഠിച്ച സം ആണ്. എന്താ സം? രണ്ട് ഇക്വേഷൻ ഉണ്ട്. സം ആണ്. എത്ര ഇക്വേഷൻ ഉണ്ട്? എഴുതാൻ തരാനാണ്. എഴുതാൻ പോയിട്ടാണ് എഴുതുക. സം ആണ് രണ്ട് ഇക്വേഷൻ. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നാൽ ഒരു ഇക്വേഷൻ. എന്തൊക്കെ തന്നാലാ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നാൽ. ഈ ലാസ്റ്റ് ടേം തന്നില്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ. അതിൽ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം തന്നാൽ n/2 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം.
ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം തന്ന സമ്മാണ് അവിടെ ഇഷ്ടത n/2 into a plus an. Sn is equal to n/2 into ഈ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഫസ്റ്റ് ടേം മാത്രമേ ഉള്ളൂ 2a plus n minus 1 into സമ്മമാണ് രണ്ട് ഇക്വേഷൻ എന്തൊക്കെയാ ഫോട്ടോ എടുക്കാൻ ഫയലുണ്ട് സെൽ ഇസ് ഈക്വൽ ടു n/2 into a plus a. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം തന്ന സമ്മാണ് ആ ഇക്വേഷൻ Sn is equal to n/2 into ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം തന്നെ ആ ഈ ലാസ്റ്റ് ടേം തന്നില്ലേ n/2 ആര് പറയും n/2 കൈ തട്ടിട്ട് ഓക്കെ അപ്പൊ പറഞ്ഞ മക്കളെ ഇവിടെ കിട്ടിയോ ഇത്രയും പോയി എഴുതുന്നു എന്നിട്ട് ഞാൻ കണ്ടീഷൻ കുറച്ച് കാര്യങ്ങൾ കിട്ടും ആദ്യം ഒരു ഏപ്രിൽ common difference is equal to minus a. A is equal to a plus n minus 1 into a is equal to a minus a by b. Plus n number of terms. അതെന്താ പിന്നെ Sn is equal to n/2 into a plus n. ഒന്നെങ്കിൽ a1 into a3 ആയിരിക്കും ചിലപ്പോൾ t1 t2 t3 അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഒന്നെങ്കിൽ എയുടെ സ്ഥാനത്ത് എന്തായിരിക്കും tn ടേംസിന്റെ Sn is equal to ഇക്വേഷൻ എഴുതിയെടുക്കോ എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത പറയാം എഴുതയോ ഫസ്റ്റ് ടേമിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം a1 10th ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം a10 അങ്ങനെയാണെങ്കിൽ nth ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം a nth ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും അത് അറിയാലോ if mth term of an AP is n and nth term of an AP is m. അതായത് am is equal to n. അടുത്ത വരിയിൽ എഴുതി നോക്കണേ am is equal to n. mth ടേമിന് am is equal to mth ടേം എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത് നമ്മുടെ അടുത്ത് n. എഴുതി പോവല്ലേ അച്ഛന് ആവേശം മൊത്തം എഴുതല്ലേ ഞാൻ am is equal to n എന്നാ എഴുതാൻ പറഞ്ഞോളൂ ഓക്കെ
എന്താ ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞ സെന്റൻസ് എന്ന് പറഞ്ഞേ, പറഞ്ഞേ mth ടേമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നേ? അത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നേ? അത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നേ? mth ടേം അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? nth ടേം അതിനെ റെപ്രസെന്റ് ചെയ്യാ, അത് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നേ? അതായത് ഇവിടുത്തെ ഓപ്പോസിറ്റ് വരുന്നത് കിട്ടിയോ? A10 is equal to 20. അങ്ങനെയൊക്കെ അടുത്ത് എന്താ പറയാ? A20 equal to ഇങ്ങനെ കണ്ടീഷൻസ് ആണ് എക്സ്ചേഞ്ച് ചെയ്ത് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു -1. ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? മൈനസ് mth ടേം ഇസ് ഈക്വൽ ടു m. nth ടേം ഇസ് ഈക്വൽ ടു m. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? മൈനസ് a of m plus nth ടേം ഇസ് ഈക്വൽ ടു c. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു എയുടെ mth ടേം n nth ടേം m ആയാൽ ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? m plus nth ടേം ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ആ കേസിൽ പറഞ്ഞേ കോമൺ A10 ഈസ് ഈക്വൽ ടു 20, A20 ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? -1. എത്രാമത്തെ ടേം ആയിരിക്കും? 0. അവിടുത്തെ കേസ് A10 ഈസ് ഈക്വൽ ടു എത്രയാ? A10 ഈസ് ഈക്വൽ ടു എത്രയാ? 10. A20 ഈസ് ഈക്വൽ ടു എത്രയാ? അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാ? മൈനസ്. അപ്പൊ ഏത് ടേം ആയിരിക്കും 0? A30. ഇവിടുത്തെ m 10, n 20 അല്ലയോ? അപ്പൊ m plus n എന്ന് പറയുമ്പോ എത്രയാ? 10 plus 20. A30 equal to എത്രയായിരിക്കും? 0. പിടിയോ? ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ? കേട്ടോ? ഉറപ്പാ? ഞാൻ ചോദിക്കട്ടെ ഓരോരുത്തര്. ഇവിടെ കിട്ടിയോ? സംഗീത്, അദ്വൈത് കൃഷ്ണ, റയാൻ? ഒരു എക്സാമ്പിൾ എഴുതിക്കോ. സ്പീഡ് കൂടുന്നുണ്ടോ? കുറവല്ലേ? ഇച്ചിരി കൂട്ടട്ടെ. ഇക്വേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സ്പീഡ് പെട്ടെന്ന് കുറേ സ്പീഡ്. മക്കളെ ചോദിക്കട്ടെ, ഞാൻ ഓരോരുത്തരെടുത്ത് ചോദിക്കാം. ആൽറിച്ച് പറഞ്ഞേ A30 equal to 40. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ പിന്നെ കറക്റ്റ് ആണോ? അടുത്ത അഭിനന്ദ് പറഞ്ഞേ A50 is equal to 100. നീ 100 വരും. പെട്ടെന്ന് കൂട്ടാൻ പറ്റുന്ന നമ്പറാണ് ഞാൻ തന്നത്. 50 പ്ലസ് 100 എത്ര? A150 എത്രയാ? സച്ചിനെ A15 is equal to 29. A29 is equal to അടുത്ത ദേവിക ഉണ്ടല്ലോ. A32 is equal to 64. അടുത്ത അങ്ങനെ വരുമ്പോ എന്തായിരിക്കും? അടുത്ത അനേതാ? A35 is equal to 70. ബാക്കി
70 plus 35 എത്രയാ? 105. is equal to 0. ഓക്കെ ആണോ? എല്ലാവർക്കും സെറ്റാ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഇതുപോലത്തെ വേറൊരു പോയിന്റ് എഴുതിക്കോ. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കുമ്പോ സ്റ്റെപ്പ് എഴുതി ചേഞ്ച് ഒന്നും വരുത്തില്ല, പെട്ടെന്ന് അടുത്ത ദിവസം. പിന്നെ AP the pth table. pth table എങ്ങനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാ? AP is equal to 1 by Q. 1 by Q. അങ്ങനെ അടുത്ത എന്തായിരിക്കും പറയുന്നത്? qth table is AQ is equal to എത്രയായിരിക്കും? 1 by P. Then common difference is equal to D is equal to first term is equal to common difference first term എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് എത്രയാണെന്ന് വെച്ചാൽ 1 by PQ ആയിരിക്കും. 1 by PQ. ഞാൻ pth table നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? AP is equal to 1 by Q. qth table is equal to 1 by P. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് is equal to ഫസ്റ്റ് ടേം ആയിട്ട്. അത് എത്രയാണെന്ന് വെച്ചാൽ 1 by PQ ആയിട്ട്. അപ്പൊ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? A minus B എത്രയായിരിക്കും? ഈ കേസിൽ ഇപ്പൊ സം കാണുന്നത് സം ഓഫ് 10 ടേംസ് ഒക്കെ കാണാൻ വെക്കുകയാണെങ്കിൽ n into n plus 1 divided by 2p. ഷോർട്ട് കട്ട് ആണ് മക്കളെ. A minus B എത്രയായിരിക്കും? അല്ലെ? എയും ബി സിയും അല്ലേ? അപ്പൊ A minus B എത്രയായിരിക്കും? 0. ഇത്രയും ഡൗട്ട് ഉണ്ടോ? പക്കാ ക്ലിയർ? ഓൾ സെറ്റ്. ശരിയല്ലേ? അജയ് കൃഷ്ണ, സംഗീത്, റയാൻ പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നമുക്ക് അടുത്തിടാം. എന്നിട്ട് നമ്മൾ പ്രോബ്ലം ഇങ്ങനെ ചെയ്ത് നടക്കും വഴക്കും വരും. നിങ്ങൾ സ്കൂളിൽ വീട്ടിൽ പോയിട്ട് കേടി. ഓക്കെ, എഴുതിക്കോട്ടെ. A20 is equal to 1 by 10. അപ്പൊ എന്തായിരിക്കും? A10 is equal to 1 by 20. Find A minus B first term minus common difference. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സം ഓഫ് 10 terms. കണ്ടുപിടിക്കാലോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? അദ്വൈ, സംഗീത്, റയാൻ. അനഘയ്ക്ക് പിടിയിട്ടില്ലയോ? പക്ഷെ എന്തൊരു സന്തോഷമില്ലാത്ത. സത്യസന്ധമായിട്ട് പറ മക്കളെ, വീണ്ടും പറയാം. പിടിയിട്ടാത്തുണ്ടോ? ആൾറിച്ചിന് പിടിയിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? സച്ചിൻ, അഭിനന്ദ്, ദേവിക കിട്ടുന്നുണ്ടോ? ചെയ്യാൻ കിട്ടുവോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അനഘ,
കേട്ടോ എന്താ പറഞ്ഞ മക്കളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു A20 is equal to what? Wait. A10 is equal to 1 by 20. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചത് A മൈനസ് B എത്രയാണെന്നാണ്. അതിന്റെ ആൻസർ കണ്ണും കൂട്ടി എഴുതാം 0 ആണ്. ഇത് സമം എത്ര ടൈംസ് S10. അപ്പൊ എന്തിന്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്കുക? 10 into 11 by 2 into 10 into 20. കറക്റ്റ് ആണോ? ആണോ? 10 10 കട്ട് ചെയ്തു. അപ്പൊ ബാക്കി എത്രയാ ഉള്ളത്? 11 by 40. കിട്ടിയോ? ഇത് കിട്ടാത്തൊരു കൈ ഓക്കെ. ലാസ്റ്റ് ആൻസർ ഓക്കെ പിടിച്ചു കേട്ടോ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആകെ 100 ക്വസ്റ്റ്യൻ. എത്ര മണിക്കൂറാ പറ? ഒരു ക്വസ്റ്റ്യൻ 1 മണിക്കൂറോ? മൊത്തത്തിൽ എത്ര മണിക്കൂർ പരീക്ഷ എക്സാം? 3 മണിക്കൂർ. അതായത് 180 മിനിറ്റ്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 100. അപ്പൊ എത്ര വരും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ? എത്ര മിനിറ്റ്? മൊത്തത്തിൽ 180 മിനിറ്റ്. 180 മിനിറ്റ്. എത്ര ക്വസ്റ്റ്യൻ? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ? 150. 0 കട്ട് ചെയ്തു. 3 15. 3 15. 6/5 എന്ന് പറയുന്നു. 1 മിനിറ്റും 2 സെക്കൻഡ് ഒരു പ്രോബ്ലം ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യണം. കുറച്ചുകൂടെ സ്പീഡ് വേണ്ടേ? അതിന് ആദ്യം നിങ്ങൾ എന്തൊക്കെ അറിയണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ല സെറ്റ് ആയിരിക്കണം. നിങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യാനാണോ? അപ്പൊ ഇതിന് കാൽക്കുലേറ്റർ അടിച്ച് ആ കഴിവെല്ലാം പോയി കാണും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഇവരോട് അറിയാം. പത്തിരുപത് അതറിയടെ എത്ര? 12 എത്ര വരെ അറിയാം? അപ്പൊ 11 ചോദിച്ചാല് സ്ക്വയർ എവിടെ വരെ അറിയാം? സ്ക്വയർ 10 കഷ്ടി 10 കൂട്ട് 10. അപ്പൊ 13 സ്ക്വയർ എത്ര തരിക? 169. 69 തിരിച്ചിട്ട് എങ്ങനെയാ വായിക്കുക? അപ്പൊ അതാണ് 14. എത്ര? 196. അപ്പൊ 14 സ്ക്വയർ എത്രയാ? അപ്പൊ നാളെ വരുമ്പോ 30 വരെയുള്ള സ്ക്വയർ കൂടെ പഠിച്ചു വരും. ഓക്കെ, ടേബിൾ 10 വരെയുള്ളത് പോട്ടെ, ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 30 വരെയുള്ള സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ തുടങ്ങാം. അടുത്ത് ഈ 2 ഡിഫറെന്റ് പൊസിഷനിലെ ടേംസ് ഒരു ഞാൻ എ പി 11th ടേം is equal to 35. Equal to $47. Common difference 25th day, 7th day.
Then AP 11th term is equal to 35. 17th term is equal to 47. Find the common difference 25th term and 7th term. ചെയ്തോ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. എല്ലാവരും എഴുതിയോ? ഓൺലൈൻ കുഞ്ഞുങ്ങളെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. 11th ടേം 35, 17th ടേം 47. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? 25th ടേം 7th ടേം. മക്കളെ നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം ചെയ്താൽ മതി. ചോദിച്ചത് മാത്രം പറഞ്ഞു. ലേലവിളിയില്ല. രണ്ട് ഡിഫറെന്റ് പൊസിഷൻ A70 is equal to 47. രണ്ട് ഡിഫറെന്റ് പൊസിഷനിലല്ലേ തന്നേക്കുന്നേ. അങ്ങനെ വരുമ്പോ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം? D is equal to രണ്ട് രീതിയുണ്ട്. A70 ഏതൊക്കെ തന്നെ പൊസിഷനിലാണ് തന്നേക്കുന്നത്? ഇവിടെ ഏതൊക്കെ പൊസിഷനിലാണ് തന്നേക്കുന്നത്? A17 A17 minus A11 by 17 minus 11. കിട്ടിയോ? A70 ഇവിടെ എഴുതല്ലേ മക്കളെ? ഇവിടെ എഴുതല്ലേ? ഞാൻ പറഞ്ഞു രണ്ട് ഡിഫറെന്റ് പൊസിഷനിലെ തന്നിട്ട് കൂടെ എഴുതല്ലേ? രണ്ട് ഡിഫറെന്റ് പൊസിഷനിലെ തന്നു കഴിഞ്ഞു കോമൺ ഡിഫറൻസ് കാണും. A17 minus A11 divided by ആ പൊസിഷൻ. ഇവിടുത്തെ പൊസിഷൻ എത്ര? 17. ഇങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞേ. A20 is equal to പറഞ്ഞോ എങ്ങനെയായിരിക്കും എഴുതുന്നേ? D is equal to അത് കണ്ടെഴുതാ. A28 minus A23 divided by 28 minus 23. ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്തേ? A17 എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? A17 എത്രയാ? 47 minus 35 divided by 6. 17 minus 11 എത്രയാ? 6. 47 minus 35 എത്രയാ? 12.
12 ഡിവൈഡ് ബൈ 6 എത്രയാ? ഇത്രയും ഡൗട്ട് ഉണ്ടോ? പക്ക. ഇനി നമ്മളുടെ അടുത്ത് ഇത്രയും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? A25. ശ്രദ്ധിക്കണം. ഈ തന്നിരിക്കുന്നതിനകത്ത് A25 17ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 25 കിട്ടുക? 17ന്റെ കൂടെ എത്ര കൂട്ടിയാലും 25 കിട്ടുക? 18, 19, 20, 21, 22, 23, 24, 25 എത്രയും 8 അല്ലേ? അതായത് A25 is equal to A17ന്റെ കൂടെ 8 എന്ത് കൂട്ടണം? D കൂട്ടണം. എന്ത് കൂട്ടണം? 8D കൂട്ടണം. അപ്പൊ 30 ആയിരുന്നെങ്കിലോ? അത് വേണം. A25 തന്നെ A11ന്റെ കൂടെ ആയിരുന്നെങ്കിൽ എത്ര കൂട്ടേണ്ടി വന്നേനെ? അതിപ്പോ രണ്ടാമത്തെ കൂട്ടുകാരും ഇനി ഒരു കൂട്ടുകാരുടെ ഉള്ളവര് നിലവിലുള്ള അപ്പുറം A11 പ്ലസ് 14D. ഡൗട്ട് ഉണ്ടോ? പക്ക. ഓർമ്മ. അതിനേക്കാൾ വലിയ നമ്പറാണ് ചോദിച്ചത്. 17നേക്കാൾ 11നേക്കാൾ വലുതാണ് 25. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും D എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പൊ അടുത്ത് നമുക്ക് ഞാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? A7 തന്നിരിക്കുന്നതിനേക്കാൾ കൂടുതലാണോ അത് കുറവാണോ? അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മക്കളെ A17ന്റെ ടേബിൾ എങ്ങനെ പറയും? പറഞ്ഞോ. A7 എങ്ങനെയാണ്? A17 വെച്ചിട്ട് A17 മൈനസ് 20. അങ്ങനെയാണെങ്കിൽ A11 വെച്ചെന്ന് പറഞ്ഞേ അനക A11 മൈനസ് 11ന്റെ എന്തൊക്കെ കുറച്ചാലാ കിട്ടുക? 11 മൈനസ് 7 എത്രയാ? 4. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? പക്ക. ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ രണ്ട് ചെയ്തത് ആൻസർ ഒന്ന് തന്നെ എടുക്കാം. A17 എത്രയാ? 47 പ്ലസ് 8 into 2 47 പ്ലസ് 16 60. Clear? രണ്ട് ഡിഫറെന്റ് പൊസിഷനിൽ തന്ന കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? D is equal to ടേം ബൈ പൊസിഷൻ. ടേമിന്റെ മൈനസ് സബ്ട്രാക്ട് ചെയ്യുക, പൊസിഷൻ മൈനസ് ചെയ്യുക. തെറ്റാണോ? അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത്. അതോ അത് A23 is equal to ഞാൻ AP A23 is equal to 25 വേണ്ടത് 50. A23 is equal to 50 15. A28 is equal to 40. Find A40 കണ്ട. Then A10. A23 is equal to 50 15. A28 is equal to 40. Find common difference കണ്ട. പിന്നെ എന്തായിരുന്നു ഞാൻ പറഞ്ഞേ? A40 കാണണം, A10 കണ്ടുപിടിച്ചോ. പെട്ടെന്ന് കണ്ടുപിടിക്കണേ.
Yeah. ഓരോരുത്തരെ കൂടി പറയുന്നു ആണോ അധികം കൊണ്ട് ആൻസർ പറയുന്നത് ആ അനക പറഞ്ഞ പോലെ അഭിനന്ദൻ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി 5 കറക്റ്റ് A40 എത്ര കിട്ടി 100 A10 എത്ര കിട്ടി -50 ആണോ എല്ലാം കിട്ടിയോ ഉറപ്പാ ഇത്രയും പഠിപ്പിച്ചത് ഡൗട്ട് ഉണ്ടോ ഉറപ്പല്ലേ 5 പേര് ഓക്കെ ആണോ 10ൽ എത്ര മാർക്ക് വരും ഇത്രയും പഠിപ്പിച്ചതിനകത്ത് ഓരോരുത്തരോട് ചോദിക്കാം ആദ്യം എനിക്ക് എത്ര മാർക്ക് വരും 10ല് 10 മാർക്ക് സച്ചിനെ വേണ്ട നീ പറയണ 10 ദേവിക അനക ഇങ്ങനെ ഉണ്ടാ ഓ പക്ഷെ പോയ എവിടെ 1.5 അത് പറയും എവിടെയാണ് നിനക്ക് 1.5 നീ കുറച്ചത് പറഞ്ഞു If nth term of an AP is നമ്മൾ പ്രോബ്ലം 2 പോയിന്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിനകത്തോട്ട് കയറും കേട്ടോ If nth term of an AP is capital A small n കൂടെ n plus capital B, then common difference is equal to അത് നിങ്ങളാണ് ഫില്ല് ചെയ്യാൻ പറ്റുക ഞാൻ പറയാം ഒരു എക്സാമ്പിൾ പറയും the nth term of an AP is ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ അതിന്റെ ആൻസർ എന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം the nth term of an AP is 2n plus 3. Find common difference. The nth term of an AP is 2n plus 3. Find common difference. കണ്ടുപിടിക്കാൻ പറ്റുമോ ഒന്ന് നോക്കി നോക്കിയേ അതിനകത്ത് എന്നിന് 1 ഇട്ട് കൊടുത്ത ഫസ്റ്റ് ടൈം എന്നിന് 2 ഇട്ട് കൊടുത്ത സെക്കൻഡ് ടൈം അഭിനന്ദേ സച്ചിനെ 2 ആൽവിച്ച് നിങ്ങൾ ഇത്രയും സമയം എടുക്കും സിമ്പിൾ ആയിട്ട് നോക്കിയേ ആ 2n plus 3 എവിടെയെങ്കിലും 2 കിടപ്പുണ്ടോ എവിടെ കിടക്കുന്നേ എന്നിന്റെ മുമ്പിൽ അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിന്റെ കോയിഫിഷ്യന്റ് അല്ലേ nth term of an AP is 2n plus 3 അപ്പൊ എന്നിന്റെ കോയിഫിഷ്യന്റ് അതായത് എന്നിന്റെ മുമ്പിൽ കിടക്കുന്ന നമ്പർ എത്രയാ 2 അപ്പൊ അതായിരിക്കും അതിന്റെ കോമൺ ഡിഫറൻസ് വേറെ ക്വസ്റ്റ്യൻ എക്സാം ചോദിക്കട്ടെ ആൾവിച്ച് പറയണേ ഒരു nth term of an AP is -4n plus 3 -4 ആയിരിക്കും കോമൺ അനക ഒരു APയുടെ nth term എന്ന് പറയുന്നത് 10n -2 അപ്പൊ കോമൺ ഡിഫറൻസ് 10 എന്നിന്റെ മുമ്പിൽ ഏതാണോ കിടക്കുന്നത് അതാണ് കോമൺ ഡിഫറൻസ് ഇനി ഇത്രയും സ്റ്റെപ്പ് തെറ്റിയിട്ട് വരുമോ
ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The sum of first n terms of an AP is a n square, capital A, n square plus BA. Then common difference is equal to an square plus BA. BN. Then common difference is equal to, ഞാൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു പറയാം. Sn is equal to 4n square plus 3n. 3n. Find common difference. സംഗീത്, അദ്വൈത് കൃഷ്ണ, റയാൻ എഴുതുന്നുണ്ടോ? Sn is equal to 4n square plus 3n. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? സ്പീഡ് കൂടുന്നുണ്ടോ? റൈറ്റ് 8 ആർട്ടിസ്റ്റ് സ്കോർ ചെയ്തിരിക്കുന്നു. എങ്ങനെ കിട്ടുമെന്ന് പറയട്ടെ മക്കളെ. സിമ്പിൾ മെത്തേഡ്. നമ്മുടെ സമ്മ് ആണോ ഇക്വേഷൻ തന്നിരിക്കുന്നത്? 4n സ്ക്വയർ പ്ലസ് 3n. അതിനകത്ത് n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? 4. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ മറ്റേതാകുമ്പോ എത്രയായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുമ്പം? 2a. കിട്ടിയോ? ആദ്യത്തിനകത്ത് എയും രണ്ടാമത്തിനകത്ത് 2a. ഒരു ക്വസ്റ്റ്യൻ തരാം, അപ്പൊ ഫില്ല് ചെയ്തോ. അപ്പൊ ഈ 2 പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയാണ്. The nth term of an AP is an plus b. Then common difference is equal to a. ആണോ? എഴുതിയോ നിങ്ങളത്? എഴുതിയ ദേവിക a. The sum of first n terms of an AP is an square plus bn. Then common difference is equal to 2a. 2 into a. എഴുതിയോ? എവിടെയാ സെക്ഷൻ കിട്ടാത്ത? ലാസ്റ്റ് എഴുതിയ വായ്പോന്ന് കാണിച്ചെടുക്കും. അപ്പുറത്തെ സൈഡ് ചെയ്തിരിക്കുന്ന കാര്യം a പ്ലസ് ബി എന്ന് എഴുതിയോ? എഴുത്. എന്നിട്ട് ഞാൻ വീണ്ടും അവിടെ എഴുതാൻ പോയത് പോയിട്ട് ഉറങ്ങായിരിക്കും, ശ്രദ്ധിക്കായിരിക്കും. മക്കളെ എത്രയും പിടിക്കുക പക്ക. ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നിട്ട് നമുക്ക് the sum of first 24 terms of series, sum of first 24 terms of series
is option A. Option B. Option C. Option D. Option E. The 24 steps of the series 9 plus 13 plus 17 plus 21, etc. Touching one. Only 9 plus 9 13 plus 17 plus 21. I remind just one number. 9 വെച്ചാൽ S1 ആണ്. S1 ആണ് A ആണ്. After the S2. 22 S2. 2 ആണ് S2. 13 S1. ആയിട്ട് ആണ്. You got 4 marks. 3D. Devika got 4 marks. ഇന്ന് തന്നെ ഇത് പോയി ചെയ്ത് പഠിക്കണം. എന്നിട്ട് ഈ ഗൈഡും ചെയ്ത് പഠിക്കണം. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കുറെ ഡൗട്ടൊക്കെ വരും. അത് നിങ്ങൾ മാർക്ക് ചെയ്യണം. പിന്നെ വന്ന് ചോദിച്ചാൽ സ്പീഡ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്നറിയ സച്ചിനെ, ഇപ്പൊ നീ നോക്കിക്കൊണ്ടിരിക്കണേ. S1 എന്ന് വെച്ചാൽ A1. കറക്റ്റ് സംഗീത്. S1 എന്ന് വെച്ചാൽ A1. S2 എന്ന് വെച്ചാൽ A2 മൈനസ് A1. A2 കാണണമെങ്കിൽ S2 മൈനസ് S1 ചെയ്യണം. S2 എന്ന് വെച്ചാൽ സം ഓഫ് 2 ടേംസ്. A1 പ്ലസ് A2 ആണ് S2. അതിനകത്ത് A2 കാണാൻ എന്ത് ചെയ്യണം? S2 മൈനസ് A1. എന്നിട്ട് കോമൺ ഡിഫറൻസ് ഇവിടെ ഈ S2 എന്ന് പറയുന്നത് A2 അല്ല. അഭിനന്ദേ അന്നക്കാ കിട്ടി. എല്ലാവർക്കും സി കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണോ? പോടെ ചെയ്യണോ? ഇതൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. In an AP, there are 18 terms. There are 18 terms. The last 3 terms of AP are
67, 72, 77. Then first term is third options. Continue. മൊത്തത്തിൽ 18 ടേംസ് ഉണ്ട് നാം പറഞ്ഞത് അല്ലേ? 18 ടേംസ്. ലാസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞ ഏതൊക്കെയായിരുന്നു തന്നേക്കുന്നത്? അതോട് പറഞ്ഞു, മുതൽ പറയണം. 67, 72, 77. ആ LP മൊത്തത്തിൽ എത്ര ടേം ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇത് എത്രാമത്തെ ടേം ആയിരിക്കും? A18 ആണ് എന്ത്? 77. അടുത്ത എത്രയായിരിക്കും? A70, A60. കിട്ടിയോ? അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? A18 മൈനസ് A17. അപ്പൊ എത്ര വരും? 77 മൈനസ് 72. സീക്വൻസ് എത്ര കിട്ടും നമുക്ക്? 5. നമുക്ക് ഫസ്റ്റ് ടേം അല്ലേ കാണാൻ വന്നേക്കുന്നത്? A1 ആണ് കാണാൻ. നമ്മുടെ കയ്യിൽ A18 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? A1 കിട്ടാൻ എന്ത് ചെയ്യണം? A18 ഉണ്ട്. A1 ആണ് നമുക്ക് വേണ്ടത്. പറഞ്ഞോ? പറഞ്ഞു. അവിടെ പറഞ്ഞു. A18 മൈനസ് 17. നമുക്ക് 18 ഉണ്ട്. ഫസ്റ്റ് ടേം ആണ് കാണുന്നത്. A18 1 കിട്ടാൻ എന്ത് ചെയ്യണം? 17 കുറച്ചാൽ മതി. ഡൗട്ട് ഉണ്ടോ? അപ്പൊ പറഞ്ഞ എത്ര കിട്ടി? A18 എന്ന് പറഞ്ഞാൽ 77 മൈനസ് 17 into 5. 77. That's equal to minus 7. 77 minus 85 എത്രയാ? 8. കണ്ടോ? ഇവിടെ എടുത്തോ? ഉറക്കത്തിൽ കാണാതെയോ? ഇവിടെ കിട്ടിയോ? -8 കിട്ടിയോ? ഈ -8 കിട്ടിയത് കിട്ടിയില്ലായിരുന്നു എന്റെ ക്ലാസ്. ഇപ്പൊ ഇവിടെ കിട്ടിയോ? ചെയ്യാവോ? ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോടാ. ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുകയുണ്ടോ? ഇത് പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടോ? കേട്ടോ? നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് അതിനേക്കാൾ ചെറിയ ടേമാണ് കാണേണ്ടത്. കുറയ്ക്കണം. അത്രയും അതായത് അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. ഇവിടെ 18 ഉം 1 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 18 1 കുറച്ച എത്രയാ? അത്രയും ഡി എന്ത് ചെയ്യണം? ഇനി 8നേക്കാൾ വലിയൊരു നമ്പർ ആണെങ്കിലോ കൂട്ടും. ഇവിടെ സബ്ട്രാക്ട് ചെയ്തിട്ട് പോകും. അടുത്ത വസ്തു ഒരു പേരാട്ടോ തന്നെ.
എക്സ്ട്രാ പേന ഒരു എക്സ്ട്രാ പേന ഉണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചോദിച്ചതിന്റെ അർത്ഥം. അടുത്ത ദിവസം in an AP, first term is 3, last term is 39. A1 plus A2 plus A up to A. A1 plus A2 plus A3 plus etc. plus AN is equal to 210. Then value of A. ഒന്നുകൂടെ പറയട്ടെ n ആണ്. ഒന്നുകൂടെ പറയട്ടെ മക്കളെ. In an AP, first term is 3, last term is 39. A1 plus A2 plus A3 plus etc. plus AN is equal to 210, 210. Then value of n, options. 8, option എഴുതിക്കോ മക്കളെ. ഓപ്ഷൻ എ 8, 10, 15, 11, 13. 8, 10, 15, 11, 13. Answer കിട്ടിയ you got 4 marks. ഇവിടെ വന്നപ്പോ എന്തുവാന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ആൻസർ കിട്ടും. എന്നിട്ട് എനിക്ക് അവന് തന്ന മാർക്ക് എത്ര? സംഗീത് ആൻസർ കിട്ടിയോ? എങ്ങനെ കിട്ടി? എങ്ങനെ ചെയ്ത് കാട്ടിയേ? അനഘ കിട്ടി? എത്ര കിട്ടി ദേവിക? കിട്ടിയില്ല. ആ തന്നിരിക്കുന്ന ഫസ്റ്റ് ടേം A1 is equal to 3 എഴുതിയോ? AN is equal to A1 plus A2 plus etc. AN എന്ന് പറയുന്നത് എന്താ തന്നിരിക്കുന്നത്? സം SN is equal to എത്രയോ? അത് is equal to ഇപ്പൊ കിട്ടിയോ? F/2 into എത്രയാണ് തന്നിട്ടുണ്ട്? കിട്ടിയോ? എത്ര കിട്ടി? സംഗീത് എത്ര കിട്ടി? റയാൻ എത്ര കിട്ടി? മിടുക്കൻ. കറക്റ്റ് കറക്റ്റ്. എല്ലാരും ഇല്ല ഫാസ്റ്റ് ആണ്. The nth term of a series is n plus minus 1 raised to n minus 1. Find the sum of first 40 terms. Find the sum of first 40 terms. Option A